അതിന്റെ ഇത് കൊണ്ടല്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധ്യാപക ദിനം. നമുക്കറിയാവുന്നത് പോലെ തന്നെ എല്ലാ വർഷങ്ങളും നമ്മൾ തുടർച്ചയായിട്ട് ഈ ഗ്രൂപ്പ് അതിന്റെ സ്നേഹം അധ്യാപകരോട് കാണിക്കാറുണ്ട്. ഒരു വർഷം അതിന്റെ മിസ്സായിരുന്നില്ല. നമ്മൾ ടീച്ചർ ഭാഷ ആരംഭിച്ചു. അതുപോലെ തന്നെ കുട്ടികൾ എന്ന് പറഞ്ഞ് നമ്മൾ ഗംഭീരമായ പരിപാടി നടത്തി. പിന്നെ നമ്മൾക്ക് കുറച്ച് ക്ഷീണം സംഭവിച്ചു. അതുകൊണ്ടാണ് ചെറിയ ഗ്യാപ്പ് വന്നത്. ഇതിനാൽ തന്നെ ഈ ദിവസം പ്രത്യേകം ഓർത്തുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ അധ്യാപകരെ, എന്റെ ദമ്പതിമാരായിട്ടുള്ള അധ്യാപകരെ അനുമോദിക്കാനും അധ്യാപകന് ആശംസകൾ തരാനും ഇവിടെ എത്തിയതാണ്. നമുക്ക് 45 വർഷം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം 1981 പറയുമ്പോൾ എന്തായാലും 40 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ശേഷം വീണ്ടും അവരെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ ആദരിക്കാനായിട്ട് എത്തുന്നത് എന്ന് പറയുന്നത് അതെ ഒരു മഹാഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. അതെല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യമല്ല. നമുക്കിപ്പോ ഇപ്പൊ തന്നെ 93 തന്നെ നമുക്ക് ഗ്രൂപ്പുണ്ട്. പക്ഷെ ഒരു ആ ടീച്ചറെയും ആദരിക്കാനായിട്ട് തയ്യാറാവാനായിട്ടുള്ള സമയം ആർക്കും ഇല്ല എന്നതുകൊണ്ട് ഇതിലിരിക്കുന്ന മിക്കവരും 93 അപ്പൊ അത് അവിടെ നടക്കുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അഭിമാനകരമായ നേട്ടം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഞാനിപ്പോ ക്ലാസ് വെച്ചൊരു 2 കാര്യങ്ങൾ പറഞ്ഞു ആഗ്രഹിക്കാറ്. ഏറ്റവും മികച്ച വിദ്യാലയത്തിലും ഏറ്റവും 100% വിജയം കൈവരിച്ച സ്കൂളുകൾക്കൊക്കെ തന്നെ അഭിനന്ദനങ്ങളും. കുറ്റിയാട് സ്കൂളിന്റെ ഓഫീസ് മുറിയിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഓഫീസിന്റെ ഒരു മെയിൻ ഭാഗം ഫുള്ള് എല്ലാ വർഷവും 100% വിജയം വരിച്ച സ്കൂളിനുള്ള നേട്ടങ്ങൾക്കുള്ള അവാർഡുകളുടെ ഒരു ഭിത്തി നിറച്ച് ഷെൽഫ് അത് തികയാണ്ട് എവിടെയോ ചെയ്താണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ തന്നെ അതിനെ ആദരിച്ചുകൊണ്ട് ഇങ്ങനെ ഗിഫ്റ്റുകൾ കൊടുത്തതില്ല. ഏകദേശം ഇത് അനുസ്മരിക്കുന്ന രീതി കേട്ടോ ഒരു പെരപ്പുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ഒരു റിപ്പോർട്ടില് ഏറ്റവും വിജയം കൈവരിച്ച സ്കൂളുകളെ കുറിച്ച് ആ വിജയിച്ച കുട്ടികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഗവേഷണം, ഒരു പഠനം നടത്തുകയുണ്ടായി. ആ പഠനത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ പിന്നീട് അതറിയും. ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ കുറ്റിയാട് സ്കൂളുണ്ട്, കാർമൽ സ്കൂളുണ്ട്, എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുണ്ട്. അങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ അങ്ങനെയുള്ള സ്കൂളുകളെയൊക്കെ തന്നെ എടുത്തിട്ട് ആ 100% വിജയം വരിച്ച വിദ്യാർത്ഥികളെ പഠിച്ചുകൊണ്ട് ആ പഠന റിപ്പോർട്ട് നമ്മളെല്ലാവരെയും വലിയ രീതിയിൽ ദുഃഖത്തിലേക്കും ആശങ്കയിലേക്കും ആയിരുന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത്. 100% വിജയം വരിച്ചെങ്കിൽ, നേട്ടം വരിച്ചെങ്കിൽ പോലും അവരുടെ ജീവിതത്തില് പകുതിയോളം പേര് പരാജയപ്പെട്ട ഒരു റിപ്പോർട്ടാണ് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ ഡൈവോഴ്സായി നിൽക്കുന്നവരിൽ വലിയൊരു പങ്ക് അനുഭവങ്ങൾ എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അതൊരു 1985 ശേഷമുള്ള ഒരു ഇതിലും ആ രീതിയിലേക്കുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നേയില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതിൽ വേറൊരു അത്ഭുതപ്പെടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും തന്നെ ഒരു ആശങ്കയോ പൊതുജനത്തിനിടയിലോ അധ്യാപകരുടെ അത് മറ്റെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പണ്ഡിതരുടെ ഇടയിലോ അതൊന്നും തന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ല എന്ന് കൂടി ആ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഒരു കല്യാണം വളരെ നടക്കുന്നത് പോലെ തന്നെ വിവാഹം മോചനം നടക്കുന്ന രീതിയിലേക്ക് മാറും. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം അങ്ങനെ മനുഷ്യനാകാനായിട്ട് ജീവിതം എന്താണെന്ന് പഠിപ്പിച്ച 2 അധ്യാപകരാണ് ഇവിടെ. ഇപ്പോഴത്തെ തലമുറയിലെ അധ്യാപകര് ആ രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ ജീവിതം പഠിപ്പിക്കുന്നില്ല. മനുഷ്യനാവാൻ എങ്ങനെയാണ് പഠിക്കുന്നില്ല, സ്നേഹമുള്ളവനായി മാറാൻ പഠിക്കുന്നില്ല, കരുണയുള്ളവനായി മാറാൻ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നില്ല. മറിച്ച് പാഠപുസ്തകങ്ങളിലെ പാഠങ്ങൾ മാത്രം പഠിപ്പിച്ചു പോകുന്ന ഒരു തലമുറയായിട്ട് ഇപ്പോഴത്തെ അധ്യാപകർ മാറുമ്പോൾ ജോസ് മാഷെ പോലെ എഴുത്തിരിച്ചെ പോലുള്ള ആൾക്കാർ നമ്മളെ പഠിപ്പിച്ചത് ജീവിതം എന്താണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം ഇപ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യുമ്പോഴും വെല്ലുവിളികളെ നേരിടുമ്പോഴും കുടുംബ ജീവിതത്തിലായാലും എല്ലാ ജീവിതത്തിലായാലും ഒരുപാട് പ്രതിസന്ധി നേരിടുമ്പോഴും അതിജീവിച്ചു നിന്നുകൊണ്ട് 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ വന്ന് ഈ അധ്യാപകരെ ആദരിക്കാൻ സാധിച്ചു. അഭിമാനപൂർവ്വമുണ്ട് അധ്യാപകരുടെ എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് കാലം നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസകൾ എടുക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ പറഞ്ഞോളാം.